ഗലാത്യലേഖനം 1:2-5 വരെയുള്ള വചനങ്ങളിലെ മർമ്മങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ആരാകുന്നുവെന്ന ചോദ്യത്തിന് ഈ ഭാഗം ഉത്തരം നൽകുന്നു. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിച്ച് ഈ ദുഷ്ടലോകം ശിഷ്ടലോകമാക്കി തീർക്കുവാനും സ്വർഗത്തിലെ സ്ഥിര പൗരത്വത്തിലേക്ക് മാനവരാശിയെ നയിക്കേണ്ടതിന് മനുഷ്യൻ്റെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് ഗലാത്യലേഖനം 1:3-4 വചനങ്ങൾ വെളിപ്പെടുത്തുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമാണ് നമുക്ക് ദൈവത്തിൻ്റെ സൗജന്യദാനങ്ങളായ കൃപയും സമാധാനവും ലഭിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ 1:17 ഉറപ്പിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തുവും മുഖാന്തരം വന്നു. ഗലാത്യലേഖനം 1-2 അധ്യായങ്ങൾ കൃപയുടെ സുവിശേഷത്തെ സ്ഥിരീകരിക്കുന്നവയാണ്. കൃപ ലഭിച്ച ശേഷം ഉളവാകുന്ന അനുഭൂതിയാണ് സമാധാനം. സ്ലോമോയും ശൈനോയും ഇതിൻ്റെ പര്യായങ്ങളാണ്. ഏകസത്യദൈവമായ ക്രിസ്തു നമ്മിൽ വചനം മൂലം പുതുക്കപ്പെടട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമീൻ.